പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യപ്രകാരം പറയുന്നു: പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുക. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. നല്ല വചനക്കാരുടെ സ്തോത്രം. ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മൾ പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് നമ്മൾ കർത്താവുമായിട്ടൊരു ജീവിതം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാകുന്നു നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം. അല്ലാതെ ലോകപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പോയി ഇടപെട്ട് ഹല്ലേലൂയ ദൈവികത്വം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കണം. അതുപോലെ തന്നെ ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം നമ്മൾ എത്ര തീരുമാനമെടുത്താലും, കർത്താവിൻ്റെ മകനും മകളുമായി ജീവിക്കാമെന്ന് തീരുമാനമെടുത്താലും അതിന് പ്രകാരം ഒരു ചട്ടപ്രകാരമുണ്ട്. ബൈബിളിൽ ഒരു രീതിയുണ്ട് നമ്മൾ ജീവിക്കേണ്ടത്. അതിന് പ്രകാരം നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമുക്ക് കിരീടം പ്രാപിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കാമെന്ന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രകാരം നമ്മൾ ആ ചട്ടപ്രകാരം വചനപ്രകാരം നമ്മൾ ഓടണം. സർവ്വശക്തനായ ദൈവമേ, ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ ജീവിക്കുവാൻ സഹായിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ.